ശ്രീ നിർമ്മൽ എബ്രഹാമും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നിർമ്മൽ, നോക്കൂ, ലോകം ആകമാനം അപലപിക്കുകയാണ്. ഇസ്രയേൽ ഉൾപ്പെടെ ചില രാഷ്ട്രങ്ങൾ ഒഴികെ മറ്റ് രാഷ്ട്രങ്ങളെല്ലാം അപലപിക്കുകയാണ് ഈ സംഭവത്തെ. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിലേക്ക് നടത്തിയ ഈ നീക്കം ആ രീതിയിൽ അപലപിക്കപ്പെടുമ്പോൾ എന്താണ് വൈറ്റ് ഹൗസിൽ നടക്കുന്നതെന്ന് നോക്കിയാൽ പുച്ഛവും പരിഹാസവും മാത്രമേ ഉള്ളൂ. വൈറ്റ് ഹൗസിന്റെ ഒഫീഷ്യൽ പേജിൽ മധുറോ നേരത്തെ പറഞ്ഞ വരൂ എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ വീഡിയോയ്ക്കൊപ്പം ട്രംപിനെ വലിയ ഹീറോയാക്കി അവതരിപ്പിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യപ്പെടുകയാണ്. ഫോഫോ, നോ ഗെയിം ഫോഫോ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ്. അത് മാത്രവുമല്ല, ഈ സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ട്രംപ് ഒരു പ്രസിഡന്റ് ഓഫ് ആക്ഷൻ ആണ്, അത് ഇതുവരെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയുകയാണ് ആ പ്രസ് മീറ്റിൽ ഉൾപ്പെടെ. അപ്പോൾ ട്രംപിനെ ഒരു വീരപുരുഷനും ഹീറോയുമാക്കി അവതരിപ്പിച്ചുകൊണ്ട് ലോകം തന്നെ പകച്ചു നിൽക്കുന്ന, ലോകം തന്നെ അപലപിക്കുന്ന ഈ സംഭവത്തിന്റെ മുന്നിൽ പരിഹാസം വാരി വിതറുന്ന വൈറ്റ് ഹൗസിനെയും US പ്രസിഡന്റിനെയും ഒക്കെ നമ്മൾ എത്ര ഭീതിയോടുകൂടി നോക്കിക്കാണണം? ഇല്ല, അതെനിക്ക് തോന്നുന്നത് കൂടുതലും അവരുടെ ഫാൻ ബേസിനെ അല്ലെങ്കിൽ വോട്ടർ ബേസിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ആദ്യം മുതലേ പറഞ്ഞിരുന്നത് ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്തും അമേരിക്കയെ പഴയ പോലെ ആരും ബഹുമാനിക്കുന്നില്ല, അമേരിക്ക മാത്രമല്ല യൂണിപോളാർ ലോകത്ത് നിന്നിപ്പോ ചൈനയും റഷ്യയും ഒക്കെ വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ നിർത്തലാക്കി അമേരിക്കയാണ് നമ്പർ 1 ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കും എന്ന നിലയിലുള്ള പ്രചരണമായിരുന്നു. അപ്പം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ ഇതേ വീഡിയോയുടെ താഴെയുള്ള കമന്റ്സ് ഞാൻ എടുത്ത് വായിക്കായിരുന്നു. എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് വിശ്വസിക്കുന്നത് അദ്ദേഹം ചെയ്തത് ശരിയായ കാര്യമാണെന്നാണ്. പക്ഷെ എത്തിക്കലി ആയാലും ലീഗലി ആയാലും പ്രാക്ടിക്കലി ആയാലും അദ്ദേഹം ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിന്റെ കാരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പറയുന്നില്ലെങ്കിലും, അദ്ദേഹം പറയുന്ന കാരണങ്ങൾ തീർത്തും നാർക്കോ ടെററിസം ഒക്കെ ആണെങ്കിലും നേരത്തെ ശ്രീ ഷിനാസ് സൂചിപ്പിച്ച ചില കാര്യങ്ങളിൽ കുറച്ചുകൂടെ ആഴത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഒരുപക്ഷെ വ്യക്തമാവും. എല്ലാവരും പറയുന്നത് ഓയിൽ മാത്രമാണ്, ഓയിൽ കണ്ണുകൊണ്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നതെന്നാണ്. പക്ഷെ ഒരു രാജ്യത്തിന് ഇപ്പൊ അമേരിക്കയ്ക്ക് അവിടെ ചെന്ന് അമേരിക്കൻ ഗവൺമെന്റിന് ഓയിൽ കുഴിച്ചെടുക്കാനുള്ള യാതൊരു അവകാശവും ഇല്ല. അത് ഇറാഖിന്റെ കേസാണല്ലോ നമ്മൾ പറയുന്നത്. ഇറാഖില് എണ്ണ കണ്ടിട്ടാണ് അങ്ങോട്ട് ചെന്നത്. അവിടുന്ന് ഒരുപാട് ലാഭം അമേരിക്കൻ ഗവൺമെന്റ് ഉണ്ടാക്കി നമ്മൾ കരുതുന്നുണ്ടെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ അത് തെറ്റാണ്. കാരണം ഒരിക്കലും അമേരിക്കൻ ഗവൺമെന്റ് അല്ല ചെയ്യുന്നത്. അമേരിക്കൻ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, നാളെ കൺട്രോളിൽ നിർത്താൻ പറ്റിയാൽ, അതായത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു റെജീമോ ഒരു പ്രസിഡന്റോ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും ഒക്കെ അനുകൂലമായി നിൽക്കുന്ന പ്രോജക്റ്റുകൾ കോൺട്രാക്റ്റുകൾ ഒക്കെ നിർത്തലാക്കാനും പകരം അമേരിക്കൻ ഓയിൽ കമ്പനികളെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകൾ ഒപ്പുവെക്കാനും സാധിക്കും. അതാണ് ഒരു ഉദ്ദേശം. ഡയറക്റ്റായിട്ട് അമേരിക്കൻ ഗവൺമെന്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇറാഖ് വാറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ നമുക്കറിയാം. പിന്നെ ട്രംപിന്റെ ആംഗിള് എന്തുകൊണ്ടാണ് ജനങ്ങളും ട്രംപും അല്ലെ ട്രംപിന്റെ കൂട്ടാളികളും അങ്ങനെ പെരുമാറുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത് ഒരു വലിയ വിജയമാണെന്നാണ്. കാരണം ചൈന നേരത്തെ സൂചിപ്പിച്ചു, ചൈന കോടിക്കണക്കിന് ഡോളേഴ്സ് ലോൺ കൊടുത്തിരിക്കുകയാണ്. അതിന് വളരെ സമാനമായിട്ടൊരു കാര്യം നമ്മുടെ അടുത്ത് നടന്നു. ശ്രീലങ്കയ്ക്ക് വർഷാവർഷങ്ങൾ ഇഷ്ടം പോലെ അഡ്വാൻസ് ആയിട്ട് ലോൺ കൊടുത്ത് നിങ്ങൾ എയർപോർട്ടുകളും പോർട്ടുകളും എല്ലാം പണിതിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ലാഭം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ചൈനയ്ക്ക് വ്യക്തമാണ്. കാരണം ശ്രീലങ്ക എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അങ്ങനെ അവസാനം 2017 99 വർഷത്തെ ഒരു ലീസിന്റെ കോൺട്രാക്ട് എടുത്ത് മേടിച്ച് ഹംബൻ ടോട്ട പോർട്ട് അവരുടെ കയ്യിൽ ആയപ്പോൾ നമ്മൾ ഇതേപോലെ ഡിസ്കഷൻ നടത്തി. പക്ഷെ മോദി ട്രംപ് അല്ലാത്തത് കൊണ്ടും ഇന്ത്യ അമേരിക്ക അല്ലാത്തത് കൊണ്ടും നമ്മൾ ഇതുപോലൊന്നും ചെയ്തില്ല എന്നുള്ള വ്യത്യാസം മാത്രമാണ്. അപ്പൊ ട്രംപ് ഇതിനെ കാണുന്നത് ചൈന കോടിക്കണക്കിന് ഡോളേഴ്സ് ലോൺ കൊടുത്തിരിക്കുന്നു, അതിന് പകരം ഓയിലായിട്ട് പതിയെ പതിയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി എന്നൊരു വാക്ക് കൊടുക്കുന്നു. അത് വെനിസ്വേലയെ കൊണ്ട് കഴിയില്ല. കാരണം വെനിസ്വേലയുടെ ഇപ്പോഴത്തെ എക്കണോമിക് സ്ഥിതി വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. 650% ഇൻഫ്ലേഷനും തകർന്നു നിൽക്കുന്ന ഒരു മൂല്യമില്ലാത്ത കറൻസിയും 60% പോവർട്ടിയും ഒക്കെ ഉള്ള രാജ്യം എങ്ങനെയാണ് അത്രയും വലിയ തുക തിരിച്ചടയ്ക്കുന്നത്? ഓയിൽ റിഫൈനറി പോലും അവർക്ക് പ്രോപ്പർ ആയിട്ടില്ല. ശരിയാണ്, ഏറ്റവും കൂടുതൽ ഓയിൽ ഉള്ള സ്ഥലമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന അവരല്ല. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ടെക്നോളജി ഇല്ല. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നോക്കി കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ, അദ്ദേഹത്തിന്റെ വോട്ടർ ബേസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇതാണ് കാര്യം, ചൈന അല്ലെങ്കിൽ റഷ്യ നമ്മുടെ അടുത്ത് വന്ന് താവളം സ്ഥാപിക്കുന്നു, അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു റീസണിങ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.